നമസ്കാരമുണ്ട്. ഇത് എൻ്റെ നാട്ടിൽ നടന്ന റിയൽ കള്ളവടിയാണ്. ഞങ്ങളുടെ നാട്ടിലൊരു മുതലാളിയുണ്ട്. ഈ മുതലാളി എന്ന് പറഞ്ഞാൽ മുറ്റ് സാധാരണ 60 വയസ്സിൻ്റെ ഒക്കെ അടുത്തുണ്ടാവും. പക്ഷെ അസൽ വെടിവീരൻ. നല്ല കരിങ്കുരങ്ങ രസായനവും ലേഹ്യങ്ങളും പിന്നെ ആയുർവേദ മരുന്നുകളൊക്കെ കഴിച്ച് പരിപാടി. ഇയാളുടെ ലിംഗമൊക്കെ ഫുൾ സെറ്റപ്പിലാണ്. പരിപാടിയാണ് ഇയാളുടെ മുഖ്യ വിനോദം. ഇയാളുടെ ഭാര്യയാണെങ്കിൽ വയസ്സത്തിയായി, അതിനെ കൊണ്ടൊന്നും താങ്ങൂല ഇയാളാണ്. അപ്പോൾ ഇയാൾക്ക് ബോട്ട് സർവീസ് പല ബിസിനസ്സും ഒക്കെ ഉണ്ട്. വീട്ടിലെപ്പോഴും ആളാണ്. ഭാര്യമാർ, മക്കൾ, മരുമക്കൾ, പണിക്കാർ എപ്പോഴും തിരക്കാണ്. അപ്പോൾ ഇയാൾക്ക് ഒഴിഞ്ഞൊരു കളപ്പരുണ്ട്. കളപ്പര എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ തേങ്ങ വെട്ടി കൊപ്രയാക്കൽ പരിപാടി, പിന്നെ അതേപോലെ ഇത് ഭരണത്ത് വെക്കൽ, നിത്യാദി പരിപാടി. അവിടെ ഒരു ചെറിയ വീടുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. അതായത് ഇയാൾക്കൊരു പ്രൈവസി, ഇയാളുടെ കാര്യങ്ങൾ നടത്താനുള്ളൊരു സ്ഥലം. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു ചേട്ടത്തിയുണ്ട്, വെളുത്ത് അതിസുന്ദരിയാണ്. അപ്പോൾ ഇവൾക്ക് ഭയങ്കര ശൃംഗാരം. അത്യാവശ്യം എന്തെങ്കിലും കാര്യം കാണാൻ കിടന്നു കൊടുക്കുമെന്ന് ഒരു കിംവദന്തി ഉണ്ട്. അതിനെ അടിക്കാനുണ്ട് മുതൽ. അയാത് നെയ്മുറ്റിയ സാധനം. ഗ്രാമമാകുമ്പോൾ മുതലാളിക്കും അറിയാമല്ലോ ഓരോ വ്യക്തികളെ പറ്റി. അപ്പോൾ ഈ പെണ്ണും പിള്ളേൻ്റെ ഈ ചേടത്തിൻ്റെ മോളുടെ കല്യാണം. അപ്പോൾ ഈ മുതലാളി ഭയങ്കര ഉദാര മനസ്കനാണ്. ഇയാളോട് സഹായം ചോദിച്ചാൽ ചെയ്യാൻ നിൽക്കില്ല. പക്ഷെ ചേടത്തി എന്ത് ചെയ്ത് വീട്ടിൽ പോയില്ല. വീട്ടിൽ ചെന്നാൽ ഭാര്യ മക്കളൊക്കെ ഉള്ളിടത്തുനിന്ന് സഹായം കിട്ടുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ ഈ പെണ്ണുമ്പിളുടെ മനസ്സിലെന്താ, ഇയാളുടെ കളപ്പര ചെന്ന് കഴിഞ്ഞാൽ പറ്റുകൊന്ന് കിടന്ന് കൊടുത്തിട്ടായാലും ഒരു നല്ലൊരു സംഖ്യ അടിച്ച് മാറ്റണമെന്ന്. അല്ലെങ്കിൽ ഇപ്പോൾ അവരങ്ങോട്ട് പോകുക. ഇയാളുടെ സ്വഭാവം നാട്ടിലെ എല്ലാവർക്കും അറിയാം. ഇയാളിതിൻ്റെ സ്പെഷ്യലിസ്റ്റാണെന്നും. അപ്പോൾ ചേച്ചിയും സ്പെഷ്യലിസ്റ്റാണ്. അങ്ങനെ ചേച്ചി ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ അവിടെ ചെന്ന് ഇയാളവിടെ ഉണ്ടെന്നൊക്കെ അന്വേഷിച്ചറിഞ്ഞ്. അപ്പോൾ അവിടെ അന്ന് കൊപ്ര വെട്ടുന്ന പണിക്കാരൊന്നുമില്ല. അവിടെ കാര്യങ്ങൾ ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ഇത് നടത്തിയുള്ളൂ അന്നവിടെ. ആരെയും കിട്ടില്ലെങ്കിൽ ഇയാളതിൻ്റെ ബസ്സിൽ. അതും കുഴപ്പമില്ലാത്തതാണ്. അതിനാണ് അതിനവിടെ നിർത്തിയേക്കുന്നത്. അപ്പം ഈ പെണ്ണുമ്പിള്ള അവിടെ ചെന്ന് മുറ്റത്ത് നിൽക്കുക. അപ്പോൾ റെഡി ഇങ്ങനെ കയറി പോരുകയാണ്. അവൾ കയറി ചെന്ന് എന്താ കാര്യം വന്നതെന്ന് വെച്ചപ്പോൾ ഇങ്ങനെ മോളുടെ കല്യാണമാണ്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഇങ്ങനെ സാമ്പത്തികമൊക്കെ ഭയങ്കര മോശമാണ്, ഒരുപാട് കാര്യങ്ങൾ സ്വർണ്ണം ഒക്കെ തന്നെ കണ്ടെത്തിയിട്ട് വേണം, കുറച്ചേ കയ്യിലുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇയാൾ വെട്ടിത്തറന്ന് പറഞ്ഞു ഒരു പാലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം, ഞാൻ സഹായിക്കാം എന്ന് ഞാൻ കയറിപ്പോരാണ്. അപ്പോൾ ഇവള് കാൽനഖം കൊണ്ടുണ്ടല്ലോ ഈ നിലത്ത് വരക്കൊക്കെ ചെയ്ത് നാണം കുണുങ്ങി ഏട്ടനറിഞ്ഞാൽ എന്നുള്ളത്. ഏട്ടനൊന്നും അറിയില്ല, ആരും അറിയില്ല. ഇനിയിപ്പോൾ ഓനറിഞ്ഞാൽ തന്നെ എന്താ, നീ അത്ര വലിയ പുണ്യാളത്തിനൊന്നും അല്ലാതെ എനിക്കറിയാം. ഇയാൾ സ്ട്രേറ്റ് ഗോയിങ് ആളാണ്. ഇതിൽ പുണ്യാളത്തിലാണെന്ന് എനിക്കറിയാം, നിനക്ക് പറ്റു വയസ്സ്. അതിലിവള് മൗനസമ്മതം. അതിൻ്റെ ചേട്ടനെന്ത് ചെയ്തു, മുതലാളി മറ്റേ പണിക്കാരത്തിനോട് അതിനൊരു തൽക്കാലം ഒരു പേരിടാം, അടിച്ചു തളിക്കാരി ജാനു. അതിനെ പറഞ്ഞയച്ച് ഈ പെണ്ണിനെ അകത്തെ മുറിയിൽ കട്ടിലുമേ കൊണ്ടുപോയി കിടത്തിന് മുമ്പ് ഇയാൾ തുണി മുഴുവൻ അഴിച്ചെടുത്ത് പാൽക്കുടങ്ങളൊക്കെ ചപ്പി വീമ്പി. മുതലാളിയിലെല്ലാം വലിയ കമ്പിയായി പെണ്ണിന്. കിടത്തി മുതലാളി ഈ കാര്യത്തിലൊക്കെ പെണ്ണിനെ സൂപ്പിക്കും. കിടത്തി നല്ലോണം നക്കിയ കൊടുത്ത് മുതലാളി അണ്ടർ വെച്ചപ്പോഴാണ് എടുത്ത് നെട്ടിപ്പോയത്. അല്ല അസൽ കരിവീരൻ സാധനമാണ് മുതലാളി ഇതാണ്ട് കയറ്റിട്ട് കേൾക്കണം. അടിച്ച് ചേച്ചിൻ്റെ പരിപ്പെടുത്ത് കുറച്ച് നേരത്തിന് അതിന് എന്താ പറയുക, അതിന് വെള്ളമൊക്കെ വന്നു. പക്ഷേ തളർന്നുപോയി. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് മുതലാളി ഒരടിയും കൂടി അടിച്ച് അതിലുള്ള ഊപ്പാടുള്ളത്. അപ്പം മുതലാളിയുടെ മനസ്സിലെന്താ, ഏതായാലും കാശ് കൊടുക്കല്ലേ, നല്ലോണം കൊടുക്കാം.
അങ്ങനെ ഇവളെന്നെ ഇപ്പിച്ച് വാഷ്റൂമിലൊക്കെ പോയി വന്ന് ലാസ്റ്റ് പോരാ നേരത്ത് കുനിച്ച് നിർത്തി ഒരു അടി അടിച്ചെന്ന് പറഞ്ഞാൽ അത് ഫൈനൽ. ഇനി ഇപ്പോഴും ഇവിടെ കിട്ടുമൊന്നുമില്ലല്ലോ, മുതലാക്കാനുള്ള അടിയാണ്. ആ അടിയിൽ ചേച്ചി ശരിക്കും അവരുടെ ഗ്യാസ് വരെ ഔട്ടായി, കീഴുവായു ആദ്യം അടിച്ച്. ഏതായാലും ഒരു കനത്ത സംഖ്യ കൊണ്ടാണ് ചേർത്തി അവിടുന്ന് പോകുന്നത്. അപ്പോൾ ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന് പറഞ്ഞില്ലേ, ചേർത്തി നടന്നു വരുമ്പോൾ കാല് കവച്ച് വെച്ചാണ് നടക്കണത്. അപ്പോൾ ചേർത്തി മനസ്സിലിങ്ങനെ ചിന്തിക്കണേ, പാല് വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നല്ലേ, ഈ ജാതി പാല് വിട്ടണ്ടില്ല ഞാൻ, കാരണം മൂലവും പൂരാടെ ഒന്നായ പോലെ ആയിപ്പോയി ചേർത്തിക്ക്. ആ മുതലാളിയുടെ ഇത് കേൾക്കണ, എന്നെ അറിയണ, എന്നെ പരിചയമുള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ മുതലാളി ആരാണ്. ഈ പെണ്ണാരാണെന്ന് ചിലപ്പോൾ പിടികിട്ടിട്ടുണ്ടാവില്ല, പക്ഷെ രണ്ടാളും ഇപ്പം ഇല്ല, വാഷ് ഔട്ടായി, മരിച്ചുപോയി. ഇതൊക്കെയാണ് ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. കല്യാണം പൊടി പാറി നടത്തി, അതിനും വേണ്ട പൈസ കൊടുത്തയാൾ. പക്ഷെ അയാൾ പാലം പിന്നെ കണ്ടിന്യൂ ചെയ്ത്, അതാണ് എമൗണ്ട് കൂട്ടി കൊടുത്തത്. എന്താണ്, എപ്പോഴും വിളിച്ചാൽ വരണമെന്നുള്ളൊരു ക്ലൂ വെച്ചതിൽ, എഗ്രിമെൻ്റ് ഒന്നുമല്ല, വാക്കാൻ. ഇനി ചെറിയൊരു ചോദ്യം ഇത് കാണുന്ന ആൾക്കാരോട്. ഒരു 35-40 വയസ്സുള്ളൊരു പെണ്ണ്, അല്ലെങ്കിൽ 42, ഇവള് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മുഖമൊക്കെ ഫേഷ്യൽ ചെയ്ത്, പുരുകം പ്ലക്ക് ചെയ്ത്, മുടി സ്ട്രൈറ്റ് ചെയ്ത്, മുടിമേൽ കുറച്ച് പൈസ കൂടുതൽ മുടക്കി കുറച്ച് കളറൊക്കെ അതിനകത്ത് വെച്ച്, ചെമ്പൻ കളറോ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളറൊക്കെ ആക്കി, അല്ലെങ്കിൽ ചുവപ്പ് പോലത്തെ ഒക്കെ ആക്കി, ലിഫ്റ്റിക്കൊക്കെ ഇട്ട് ഇവള് പുറത്തിറങ്ങി നടന്നു പോവുകയാണ്. ഇവളാരും മൈൻഡ് ചെയ്യണില്ല. പരിചയക്കാരൊക്കെ കണ്ടപ്പോൾ ആരും ഇതിനെപ്പറ്റി അഭിപ്രായം പറയാനില്ല. സിമ്പിൾ, ശ്രദ്ധിക്കണ്ട. ഒന്നില്ലെങ്കിൽ അവൾ ഹൃദയം പൊട്ടി മരിച്ചു പോകൂലേ, അല്ലെങ്കിൽ അവൾ വെണ്ടെടുത്ത് പാലത്തിൽ നിന്ന് വെള്ളത്തിൽ ചാടൂലേ. അതാണ് പെണ്ണെന്ന് പറഞ്ഞാൽ ഇത് എക്സിബിറ്റ് ചെയ്യാനാണ് ഇതൊക്കെ കഷ്ടപ്പെട്ട്. ഒന്നിനും ബ്യൂട്ടി പാർലറിൽ ഇരുന്ന് കൊടുക്കണ്ടേ, നല്ലൊരു വർക്കൊക്കെ തീരുമ്പോൾ മണിക്കൂറുകളാവും. ഇതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് 36 ഇറങ്ങിയിട്ട് ഒരു മനുഷ്യനും മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ പെണ്ണിൻ്റെ സ്ഥിതി എന്താ, അവളുടെ ഹൃദയം തകർന്നു പോകും, ചിലപ്പോൾ അറ്റാക്ക് വരും. പെണ്ണെന്ന് പറഞ്ഞാൽ അതാ, ഈ ബോരിങ് കെട്ടി ഇറങ്ങണമൊക്കെ ഇതാ കണ്ടോളൂ നോക്കിക്കോളൂ വെള്ളം ഇറക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ ശരിക്കും അതാണ് വേണ്ടത്. ഒരാളും മൈൻഡ് ചെയ്യരുത്. അതാണ് അവർക്കുള്ള മെഡിസിൻ്റെ അഭിപ്രായത്തിൽ. ഇപ്പം പറയും സ്ത്രീ വിരോധിയാണ് എന്നൊക്കെ പറഞ്ഞോളൂ. ഞാൻ സ്ത്രീകളെ വളരെയധികം സ്നേഹിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു പാലിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. നമസ്കാരം.